പുതുവർഷത്തെ വരവേൽക്കാൻ ഇതാ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. കൊച്ചിയിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണാനായി ആയിരങ്ങൾ ഇതിനോടകം തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തലസ്ഥാനത്തേക്ക് പോയാൽ അവിടെ പ്രധാന ആഘോഷം കോവളം ബീച്ചിൽ തന്നെയാണ്. അതുപോലെ തന്നെ ശംഖുമുഖം ബീച്ചിലും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളുണ്ട്. അവിടെയൊക്കെ വിനോദസഞ്ചാരികളാണ് ഏറെക്കുറെ മലയാളികൾക്ക് പുറമെ തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കോഴിക്കോട് ബീച്ചിലായാലും ആഘോഷ പരിപാടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും വലിയ തിരക്ക് തന്നെയാണ്. ആളുകൾ എങ്ങനെ മതിമറക്കുകയാണ് പുതുവത്സരാഘോഷത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് RB സനൂപ, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നിധിൻ സേവ്യർ, ഒപ്പം ആര്യമുണ്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്ന്, കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, കോഴിക്കോട് നിന്ന് അനീസ് അലി എന്നിവർ ചേരുകയാണ്. നമുക്കപ്പോൾ കൊച്ചിയിൽ നിന്ന് തുടങ്ങാം. കൊച്ചിയിലാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണ കേന്ദ്രം എന്ന് പറയുന്നത്. കേരളത്തിൽ വലിയ രീതിയിലുള്ള പുതുവത്സരാഘോഷങ്ങളും പരിപാടികളും ഒക്കെ നടക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധ എന്ന് പറയുന്നത് അവിടെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതാണ്. പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ട് പുതുവർഷത്തെ വരവേൽക്കുകയാണ് ഫോർട്ട് കൊച്ചിയിലെ ആളുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായി അവിടുത്തെ ആഘോഷ പരിപാടികൾ എന്ന് നോക്കാം. നിധിൻ സേവർ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. നിധിൻ, സമയമാകുന്നു 10 മണി കഴിഞ്ഞ് ഇനി ഒരു 2 മണിക്കൂർ കൂടിയേ ഉള്ളൂ. തിങ്ങി നിറഞ്ഞു കഴിഞ്ഞോ അവിടുത്തെ ഗ്രൗണ്ടും പരിസരവും ഒക്കെ? തീർച്ചയായും വലിയ ആഘോഷത്തിലേക്ക്, ആരവത്തിലേക്കൊക്കെ ഫോർട്ട് കൊച്ചി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി വളരെ കുറച്ച് സമയമാണ് 2025 പറഞ്ഞു വിട്ട് 2026 സ്വീകരിക്കാൻ ബാക്കിയുള്ളത്. ഏതായാലും നമുക്ക് ഈ ഫ്രണ്ടിലൊക്കെ കാണാമല്ലോ, വലിയ ആഘോഷ തിമിർപ്പിലാണ് ഇവിടെ ആളുകളൊക്കെ. ഇവിടെ ഈ പുറകിൽ നമുക്ക് കാണാൻ സാധിക്കും ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ ഞാനുള്ളത്. ഈ ഗ്രൗണ്ടിൽ എന്തുമാത്രം ആളുകളുണ്ട്, എത്രത്തോളം ആളുകളുണ്ട് എന്ന് ഈ പുറകിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വലിയ ജനാവലി ഇവിടെയുണ്ട്. ഇതിൻ്റെ കൃത്യമായ കണക്ക് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, പക്ഷേ ഒരു വലിയ ജനാവലി ഈ ഗ്രൗണ്ടിലുണ്ട്, ഈ വെളി ഗ്രൗണ്ടിലുണ്ട്. ഇവർ കാത്തിരിക്കുന്നത് വരും മിനിറ്റുകൾ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലുള്ള ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിനൊക്കെയുള്ള പരിപാടികളാണ്. ഇപ്പോൾ നിലവിലിവിടെ DJ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഇവിടേക്ക് ഇങ്ങനെ എത്തുന്നുണ്ട്, പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ. പ്രത്യേകിച്ച് ഇതൊരു ഫോർട്ട് കൊച്ചിയുടെ അല്ലെങ്കിൽ കൊച്ചിയുടെ എറണാകുളത്തിൻ്റെ നിന്ന് മാത്രം ആഘോഷമായിട്ടല്ല ആളുകൾ കാണുന്നത്. ഇത് കേരളത്തിലെ മുഴുവൻ ആളുകൾ, പ്രത്യേകിച്ച് ഏറ്റവും വലിയ പുതുവത്സരാഘോഷം നടക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് നിരവധി ആളുകൾ, ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വിവിധ വിവിധ ജില്ലകളിൽ നിന്നൊക്കെ, നമ്മൾ രാവിലെ കണ്ടപ്പോൾ 12 മണി മുതൽ വളാഞ്ചേരിയിൽ നിന്നൊക്കെ വന്ന് നിൽക്കുന്ന ചില ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും മുൻപിൽ വന്ന് നിൽക്കണമെന്ന ആഗ്രഹത്തെ തുടർന്ന് അങ്ങനെ 12 മണി മുതൽ ഇവിടെ ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ ആളുകൾ വരുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ, ഇവിടെ പുറത്തുമൊക്കെ ഒരുപാട് വർണ്ണക്കാഴ്ചകളുണ്ട്. നമുക്ക് ഈ ഗ്രൗണ്ടിൻ്റെ അങ്ങേയറ്റത്ത് നമുക്ക് ഒരു വളരെ മനോഹരമായ ഒരു മരം കാണാൻ സാധിക്കും. മരം എന്നാണ് അത് പറയുന്നത്. അത് 4 ദിവസം മുമ്പാണ് അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. അപ്പോൾ അത് വലിയ ഇങ്ങോട്ടേക്ക് ആളുകൾക്ക് വരാൻ വലിയ ആകർഷണമൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ലൈറ്റിംഗ് സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ, പ്രത്യേകിച്ച് ഇത്തവണ കഴിഞ്ഞ വർഷത്തേതുപോലെ ഒരു വലിയ ഒരു പ്രശ്നത്തിലേക്കൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ച് കാരണം കഴിഞ്ഞ വർഷം ഈ തിരക്ക് അനിയന്ത്രിതമായത് വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ ഇത്തവണ അത് അങ്ങനെയല്ല. ഇത്തവണ വെളി ഗ്രൗണ്ടിനൊപ്പം തന്നെ പരേഡ് ഗ്രൗണ്ടിലും ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഒരുപാട് ആളുകൾ, അത് ആളുകളുടെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് അത്തരത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് ഈ രണ്ടിടത്തും ഇത്തവണ കത്തിക്കാമെന്നൊരു തീരുമാനം കൂടി എടുത്തത്. ഏതായാലും അങ്ങനെ വലിയ ആരവത്തിലേക്കും ആഘോഷത്തിലേക്കും പോകുന്നു. ഇനി വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണ്. ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതോട് കൂടി തന്നെ പുതുവത്സരത്തിന് വരവേൽക്കാൻ ഒരുപാട് ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നത്. പ്രായഭേദമന്യാണ്. എനിക്ക് മുമ്പിൽ ഈ കാണുന്ന ഈ വളരെ തീരെ കുഞ്ഞു കുട്ടി മുതൽ വളരെ പ്രായമായ ആളുകൾ വരെ കുടുംബത്തോടൊപ്പവും ഒറ്റയ്ക്കും അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നിലവിലിവിടെ ആളുകളൊക്കെ ഡാൻസ് കളിച്ചും അവരുടെ സന്തോഷം, നൃത്തം ചെയ്ത് അവരുടെ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നു. ഒരുപാട് ആളുകൾ വീഡിയോ എടുക്കാൻ വന്നവരുണ്ട്, ഒരു കൂട്ടുകാർക്കൊപ്പം പുതുവത്സരം ആഘോഷിക്കാൻ വന്നവരുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെ പോലെ അല്ലല്ലോ ഈ പ്രാവശ്യം അവിടെ ഫോർട്ട് കൊച്ചിയിൽ തന്നെ 2 പാപ്പാഞ്ഞിയെ കത്തിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു ആളുകളുടെ ഒരു തിരക്ക് കുറവുണ്ടോ അവിടെ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ അനിയന്ത്രിതമായ തിരക്കുണ്ടായിരുന്നു, പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ തിരക്കുണ്ട്, ഈ ഗ്രൗണ്ട് മുഴുവൻ ആളുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തേതിലും ഒരു ആളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അപ്പുറത്തും ഇതുപോലെ തന്നെ ഗ്രൗണ്ട് നിറച്ചും ആളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷം ഇവിടെ മാത്രമാണ് നടത്തിയത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷം വന്നതിൽ കുറേ ആളുകൾ ഇത്തവണ അപ്പുറത്തെ പരേഡ് ഗ്രൗണ്ടിൽ കൂടി പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് ഒരു വലിയ തിക്കിലും തിരക്കിലേക്കും വന്ന് പോകുന്ന ഒരു സാഹചര്യമില്ല. ആളുകൾ വളരെ ഫ്രീ ആയി. കാരണം കഴിഞ്ഞ വർഷം ഇതിനകത്തേക്ക് കയറി
പോയാൽ പിന്നീട് ഇതിൻ്റെ അകത്ത് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മൂവ് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, ആളുകൾക്ക് അകത്ത് കയറിയാലും പുറത്തിറങ്ങി പോകാനും നടക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും കടകളിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പോകണമെങ്കിൽ പോകാനൊക്കെ ഒരുപാട് സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇത് പോലീസ് അത് നേരത്തെ തന്നെ പറഞ്ഞതാണ്, ആളുകളുടെ തിരക്ക് പരമാവധി ഒഴിവാക്കുക, ആളുകളെ 2 സ്ഥലത്തേക്ക് സ്പ്ലിറ്റ് ചെയ്യുക എന്നത് തന്നെയാണ് പോലീസ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചതും. ഏതായാലും ഇതിനൊപ്പം തന്നെ വലിയ ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനുശേഷം ആളുകൾക്ക് പോകാനുള്ള നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളും ഒക്കെ തന്നെ കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോലീസ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 12 മണിക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോകരുത് എന്നാണ്. അവർക്ക് സമയമെടുത്ത് എല്ലാം കണ്ടാസ്വദിച്ച് പതുക്കെ പോയാൽ മതി, അല്ലെങ്കിൽ അതൊരു പക്ഷേ തിരക്കെ കൂടി വലിയ പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇനി വളരെ കുറച്ച് നേരങ്ങൾ മാത്രമാണ്, എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്നു. ദിവ്യ.